ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത്. മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തന്നെ ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഒരുപാട് ചെറുതാവരുത്. ഒരു മുട്ടയെ ഞാനൊരു 8 പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരി ചെറുതായി പോയാലും നമ്മൾ അത് കറിയിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്ന കറിയാണ്, അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തൊരു ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവോളയുടെ മീഡിയം സൈസിലുള്ള സവോളയാണെങ്കിൽ പകുതി എടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിന് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് വാടി വന്നാൽ മതി. സവാള വാടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് 2 ഉരുളക്കിഴങ്ങ് നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പ് ഒന്ന് മാറണം. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മതി. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. വെള്ളമൊക്കെ വറ്റി ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായി വരണം. അതുവരെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു വലിയ പിടി തേങ്ങ ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരുപാട് മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്ന് തുടങ്ങിയാൽ മതി. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. തേങ്ങ കണ്ടോ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയൊരു ബ്രൗൺ കളർ വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഉടനെ തന്നെ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. ആ പാനിൻ്റെ ചൂടിൽ തന്നെ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ആ പച്ചപ്പ് മാറിയാൽ മതി. ഇപ്പോൾ മുളക് പൊടിയും മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് തണുത്തു. ഇനി ഇതിനകത്തോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെ തരിതരിപ്പായിട്ട് അരയ്ക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ ആയി പോകാൻ പാടില്ല. തേങ്ങ കണ്ടോ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരയ്ക്കണം. ഇനി നമുക്ക് ആദ്യം വേവാൻ വെച്ച ഉരുളക്കിഴങ്ങ് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോയാൽ അവസാനം കറി കുഴഞ്ഞിരിക്കും. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം, വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറവായിരുന്നു. ഇത് നമുക്കൊരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിത് വെച്ചിട്ട് 2 മിനിറ്റായി. ഇതിനകത്തേക്ക് നമുക്കിനി 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ചെറുതായിട്ടൊരു പുളി ഉണ്ടാവണം, പക്ഷേ പുളി കൂടിപ്പോകാൻ പാടില്ല. അങ്ങനെയുള്ള 1 ടീസ്പൂൺ തൈര് ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് ഒരു ചെറിയ തക്കാളിയുടെ പകുതി അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചാൽ മതി. ഈ കറിക്ക് ചെറുതായിട്ടൊരു പുളി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് തൈര് അല്ലെങ്കിൽ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ 1 ടീസ്പൂൺ തൈര് ചേർക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം പുഴുങ്ങി മുറിച്ച് വെച്ച മുട്ട ചേർക്കാം. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. മുട്ട ഒരുപാട് ഉടഞ്ഞു പോവാതെ മസാല ചേർത്ത് പതുക്കെ ഇളക്കിയെടുക്കണം. ഇതൊരു 2 മിനിറ്റും കൂടി നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. മുട്ടയുടെ ഫ്ലേവറൊക്കെ കറിയിലേക്കൊന്ന് വരാനാണ്. നമുക്കത് തുറന്ന് നോക്കാം. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഉടനെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം.
ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില മുറിച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള നല്ല അടിപൊളി സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ചോറിൻ്റെ കൂടെ ഈ കറിയും പിന്നെ കുറച്ച് രസവും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.